സിദ്ധാർത്ഥന്റെ മരണത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരായ സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ കമ്മീഷന് നിയമപരമായ അധികാരമില്ലെന്നാണ് വാദം. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. രേഷ്മ ബാബു വിവരങ്ങൾ നൽകും. രേഷ്മ, ഇതിന്റെ വിവരങ്ങൾ കൂടി. മാതാപിതാക്കൾക്ക് 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടതാണ്. പക്ഷേ അത് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിരുന്നില്ല. തുടർന്ന് ജൂലൈ 10 ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്നുള്ളൊരു ഉത്തരവ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും പല വിധത്തിലുള്ള വിവാദങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഒരു പ്രതിരോധം എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഇത്തരത്തിലൊരു നഷ്ടപരിഹാര ഉത്തരവ് പുറപ്പെടുവിക്കാനായിട്ട് നിയമപരമായ അധികാരമില്ല. അനധികൃതമായിട്ടാണ് ഇത്തരത്തിലൊരു ഉത്തരവ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റദ്ദാക്കണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പരാതിക്കാരനായിട്ടുള്ള സന്ദീപ് വചസ്പതി ഒരു അപരിചിതനാണ്. സാധാരണ രീതിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിടുന്നതോ അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് നിർദ്ദേശിക്കുന്നതോ ചെയ്യേണ്ടത് ഏതെങ്കിലും കേസുമായി ബന്ധമുള്ള പരാതിക്കാരുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കേസുമായി ബന്ധമില്ലാത്തവർ നൽകുന്ന പരാതികൾ പരിഗണിക്കേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ കമ്മീഷൻ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ സ്വമേധയാ ഉത്തരവിടേണ്ടതുണ്ട്. ഇതുമല്ലെങ്കിലാണ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുക. ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു കേസിൽ സംഭവിച്ചിരിക്കുന്നത് സന്ദീപ് വചസ്പതി എന്ന് പറയുന്ന വ്യക്തി ഈ കേസുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാര തുക നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് നിയമപരമായിട്ടുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടണമെന്നുള്ളതാണ് ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഹർജിയിൽ സ്വാഭാവികമായിട്ടും സർക്കാരിന് കൂടുതൽ വാദങ്ങൾ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പരാതിക്കാരനടക്കം പറയാനുള്ളതെന്നും ഹൈക്കോടതി കേൾക്കും. ഓക്കെ, ശരി.